ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ മിതത്വത്തിൻ്റെ മഹത്തായ ജ്ഞാനം, ജീവിത വിജയത്തിൻ്റെ രഹസ്യം. ഡോക്ട്രിൻ ഓഫ് മീൻ, ആൻഷ്യൻ്റ് വിസ്ഡം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ചിലർക്ക് ധാരാളം പണവും പ്രശസ്തിയും ഉണ്ടായിട്ടും മനസമാധാനമില്ലാത്തത്? എന്തുകൊണ്ടാണ് ചിലർ കഠിനാധ്വാനം ചെയ്ത് വിജയിച്ചിട്ടും സന്തോഷം നഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ചില ബന്ധങ്ങൾ അമിത സ്നേഹത്താലും ചിലത് അമിത അഹങ്കാരത്താലും തകരുന്നത്? 2000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ജ്ഞാനികൾ ഇതിന് ഒരു അത്ഭുതകരമായ മറുപടി കണ്ടെത്തിയിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം അതിർ കടക്കുന്നതല്ല, മിതത്വത്തിലാണ്. ഈ ജ്ഞാനത്തെയാണ് ഡോക്ട്രിൻ ഓഫ് മീൻ അഥവാ മിതത്വത്തിൻ്റെ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്. ഈ ഒരു തത്വം മനസ്സിലാക്കിയുള്ള ജീവിതം കൂടുതൽ സമാധാനപൂർണവും ശക്തവും വിജയകരവുമാവും. മിതത്വമാണ് യഥാർത്ഥ ശക്തി. ജീവിതത്തിലെ എല്ലാ നല്ല ഗുണങ്ങൾക്കും 2 അപകടകരമായ അറ്റങ്ങളുണ്ട്. അമിത ധൈര്യം എടുത്തുചാട്ടമാകുന്നു, ധൈര്യമില്ലായ്മ ഭീരുത്വമാകുന്നു. അമിത ആത്മവിശ്വാസം അഹങ്കാരമാകുന്നു, ആത്മവിശ്വാസം ഇല്ലായ്മ ആത്മനിന്ദയാകുന്നു. അപ്പം അതുകൊണ്ടാണ് പുരാതന ജ്ഞാനികൾ പറഞ്ഞത്, മധ്യപാതയാണ് ജ്ഞാനിയുടെ വഴി. പ്രകൃതിയെ നോക്ക്. പകലിന് ശേഷം രാത്രി, വേനലിന് ശേഷം മഴ, ഉയർന്ന തിരമാലയ്ക്ക് ശേഷം കടൽ. പ്രകൃതിയിലെ എല്ലാം സന്തുലിതാവസ്ഥയിലേക്ക് നീങ്ങുന്നു. എന്നാൽ മനുഷ്യൻ മാത്രം എല്ലായ്പ്പോഴും കൂടുതൽ തേടുന്നു. കൂടുതൽ പണം, കൂടുതൽ പ്രശസ്തി, കൂടുതൽ അധികാരം. പക്ഷേ കൂടുതൽ എന്നത് എല്ലായ്പ്പോഴും നല്ലത് അല്ല. ആധുനിക ലോകത്തിൻ്റെ വലിയ തെറ്റ്. ഇന്നത്തെ സമൂഹം നമ്മോട് പറയുന്നത് എന്താണ്? കൂടുതൽ ജോലി ചെയ്യൂ, കുറച്ചുറങ്ങൂ. കൂടുതൽ സമ്പാദിക്കൂ, കൂടുതൽ വാങ്ങൂ, മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തൂ. ഈ മത്സരത്തിനിടയിൽ നാം ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം നഷ്ടപ്പെടുത്തുന്നു: മനസ്സമാധാനം. ഒരു കാറിനെക്കുറിച്ച് ചിന്തിച്ച് ആക്സിലേറ്റർ മാത്രം അമർത്തിയാൽ എൻജിൻ തകരും. ബ്രേക്ക് മാത്രം ഉപയോഗിച്ചാൽ യാത്ര തന്നെ നടക്കില്ല. എപ്പോൾ വേഗം കൂട്ടണം, എപ്പോൾ പതുക്കെ പോകണം അറിയുന്നവനാണ് നല്ല ഡ്രൈവർ. ജീവിതവും അതുപോലെയാണ്. മിതത്വം ദൗർബല്യമല്ല, അതാണ് യഥാർത്ഥ വിവേകം. സന്തുലിതമായ ജീവിതമാണ് യഥാർത്ഥ വിജയം. ലോകത്ത് ധാരാളം ആളുകൾ പണം നേടി, പക്ഷേ ആരോഗ്യം നഷ്ടപ്പെടുത്തി. ചിലർ കരിയർ നേടി, പക്ഷേ കുടുംബത്തെ നഷ്ടപ്പെടുത്തി. ചിലർ പ്രശസ്തരായി, പക്ഷേ മനസ്സമാധാനം നഷ്ടപ്പെട്ടു. ഇതാണോ യഥാർത്ഥ വിജയം? ഡോക്ട്രിൻ ഓഫ് മീൻ പറയുന്നത് വിജയം എന്നത് പണം മാത്രമല്ല, വിജയം ആരോഗ്യം കൂടിയാണ്, നല്ല ബന്ധങ്ങൾ കൂടിയാണ്, നല്ല സ്വഭാവമാണ്, മനസ്സമാധാനമാണ്, ഉദ്ദേശ്യബോധമുള്ള ജീവിതമാണ്. ഒരു മേഖല വളരുമ്പോൾ മറ്റെല്ലാം തകരുന്നുവെങ്കിൽ അത് വിജയമല്ല, അത് അസന്തുലിതാവസ്ഥയാണ്. വികാരങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് ശക്തൻ. ഈ പുരാതന ജ്ഞാനം നമ്മോട് വികാരങ്ങളെ അടിച്ചമർത്താൻ പറയുന്നില്ല, പക്ഷേ വികാരങ്ങളുടെ അടിമയാകരുത് എന്ന് പഠിപ്പിക്കുന്നു. കോപം സ്വാഭാവികമാണ്, പക്ഷേ നിയന്ത്രണമില്ലാത്ത കോപം ബന്ധങ്ങളെ നശിപ്പിക്കും. ഭയം സ്വാഭാവികമാണ്, പക്ഷേ അമിത ഭയം സ്വപ്നങ്ങളെ കൊല്ലും. സന്തോഷം മനോഹരമാണ്, പക്ഷേ അമിത ആവേശം തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കും. യഥാർത്ഥ ശക്തനാരാണ്? വികാരങ്ങൾ ഇല്ലാത്തവനല്ല, വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ്. അവിടെയാണ് ആത്മനിയന്ത്രണം ആരംഭിക്കുന്നത്. അവിടെയാണ് യഥാർത്ഥ
ആത്മവിശ്വാസം ജനിക്കുന്നത്. ജീവിതത്തിൽ മിതത്വം എങ്ങനെ വളർത്താം? എല്ലാ ദിവസവും 3 ചോദ്യങ്ങൾ ചോദിക്കുക. സ്വയം ചോദിക്കുക. ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ അതിര് കടക്കുന്നുണ്ടോ? ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ കുറവാണോ? ഇന്നെനിക്ക് വേണ്ട സന്തുലിതാവസ്ഥ എന്താണ്? കഠിനാധ്വാനം ചെയ്യുക, പക്ഷേ വിശ്രമിക്കാനും മറക്കരുത്. പണം സമ്പാദിക്കൂ, പക്ഷേ ജീവിതം ആസ്വദിക്കാനും പഠിക്കൂ. ധൈര്യമായി സംസാരിക്കൂ, പക്ഷേ മറ്റുള്ളവരെ ശ്രദ്ധിച്ച് കേൾക്കാനും പഠിക്കുക. വലിയ സ്വപ്നങ്ങൾ കാണുക, പക്ഷേ വിനയം കൈവിടരുത്. ചെറിയ മാറ്റങ്ങളാണ് വലിയ ജീവിത വിജയങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസാനത്തിൽ പറയുന്നത് ഓർമ്മിക്കുക, വീണയുടെ ചരട് വളരെ മുറുകിയാൽ അത് പൊട്ടും, വളരെ അയഞ്ഞാൽ സംഗീതം ഉണ്ടാവില്ല. ശരിയായ മുറുക്കത്തിലാണ് മനോഹരമായ സംഗീതം ജനിക്കുന്നത്. അതുപോലെ തന്നെയാണ് ജീവിതവും. അതിര് കടക്കാതെ, അലസതയിലാകാതെ മിതത്തോടെ ജീവിക്കുന്നവരാണ് ദീർഘകാലം വിജയവും സന്തോഷവും സമാധാനവും നേടുന്നത്. അതിനാൽ ഇന്നു മുതൽ ഒരു പുതിയ ചോദ്യം സ്വയം ചോദിക്കൂ. എനിക്ക് കൂടുതൽ എന്ത് നേടാം എന്നല്ല, എൻ്റെ ജീവിതത്തിൽ കൂടുതൽ സന്തുലിതാവസ്ഥ എങ്ങനെ സൃഷ്ടിക്കാം? കാരണം വിജയത്തിൻ്റെ യഥാർത്ഥ അടിത്തറ കഴിവല്ല, മിതത്വമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജീവിതത്തിൽ സന്തുലിതാവസ്ഥ തേടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഇത് പങ്കുവയ്ക്കും. നന്ദി. വീണ്ടും ഒരു പുരാതന ജ്ഞാനവുമായി കാണാം. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങളുടെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ സ്പർശിക്കുന്ന വീഡിയോയുമായി വരുന്നതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.